മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഈ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പരാതികളുമൊക്കെ ഇപ്പോൾ SITയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7 പേർക്കെതിരെയാണ് കേസെടുത്തത്. പ്രതികളുടെ ചോദ്യം ചെയ്യലും ഉടൻ നടക്കും. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കുമാരപുരത്തുള്ള വീട്ടിൽ നിന്നും മുകേഷ് കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ യാത്രയുടെ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ അലിയാർ ഇന്നിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ്. 7 പേർക്കെതിരെയാണ് ഈ നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും പരാതി നൽകിയിരിക്കുന്നതും ഈ 7 പേർക്കെതിരെയാണ്. ഈ സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെ തലവേദനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിലും രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ പിന്നീട് ഈ നടിക്ക് മൊഴി മാറ്റി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണോ പോലീസ് രഹസ്യമൊഴിയിലേക്ക് കടക്കുന്നത്? തീർച്ചയായും അരുൺകുമാർ, കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം 13 മണിക്കൂറാണ് ഈ നടിയുടെ മൊഴിയെടുത്തത്. ഈ മൊഴിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ഒപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതാവിനെതിരെയും ഇങ്ങനെ 7 പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ ഇവർക്കെതിരെയെല്ലാം തന്നെ 7 പേർക്കെതിരെയും എറണാകുളം ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിലായും തിരുവനന്തപുരത്തുമായും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. മുകേഷ് െതിരെ മരട് പോലീസ് സ്റ്റേഷനിലും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലും ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലും മണിയമ്പിള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലും പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ ജേക്കബിനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ബിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത്രയും നീണ്ട ഒരു മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇത് ഒരു 164 ആയിട്ട് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തണം എന്നുള്ളത് തീരുമാനിച്ചത്. ഇന്ന് വനിതാ ജഡ്ജ് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മൊഴി എടുക്കുമെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ മൊഴിയെടുപ്പ് ഉണ്ടായില്ല. രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ രഹസ്യമൊഴിയിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടി ആവർത്തിക്കുകയാണെങ്കിൽ അതൊരു പ്രധാന തെളിവായി മാറുക തന്നെ ചെയ്യും. കാരണം രഹസ്യമൊഴിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് മാറ്റാനും സാധിക്കില്ല. അതുകൂടാതെ തന്നെ 2008 ഈ നടിയുടെ ആദ്യ ചിത്രം മുതൽ ഉണ്ടായിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ഒപ്പം തന്നെ പീഡന ദുരനുഭവങ്ങളും എല്ലാമാണ് ഈ പരാതിയിലുടനീളം ഈ നടി പറയുന്നത്. അതുകൊണ്ട് തന്നെ 2008 മുതലുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. 2008 ഈ ഷൂട്ടിംഗ് നടന്നത്, അതായത് ജയസൂര്യ മോശമായി പെരുമാറി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലെ രേഖകളിൽ നിന്ന് ഈ സമയത്ത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നു, ഈ സ്ഥലത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പേ നടന്നിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളാണ്. പക്ഷേ ഏത് സമയത്ത് ഇത് നടന്നാലും ഇതൊരു കുറ്റകൃത്യമാണെന്ന് ഈ അതിജീവിതയ്ക്ക് എപ്പോൾ തോന്നുന്നു ആ ഘട്ടത്തിൽ അതൊരു കേസ് രജിസ്റ്റർ ചെയ്യാം. ലളിതകുമാരി കേസിലടക്കം അതിനുള്ള പ്രൊവിഷൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് 2013 ശേഷം. അതുകൊണ്ട് കാലാവധി പ്രശ്നമല്ല, ഒരു അബ്നോർമൽ ഡിലേ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശദീകരിച്ചാൽ മതി. ഒന്നുകിൽ തങ്ങളെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പറയാം. പക്ഷേ പ്രശ്നം സാഹചര്യ തെളിവുകൾ പോലും ഈ ആരോപണങ്ങളിൽ പലതിനും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്, അല്ലേ സൈഫുനിസ? ഉദാഹരണത്തിന് 10-15 വർഷം മുമ്പുള്ള ഒരു സംഭവത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കുക ബുദ്ധിമുട്ടാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ പഴയ കാലത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല CCTVയും പ്രവർത്തിക്കാതിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അപ്പോൾ ഇനി സാക്ഷിമൊഴികൾ വേണം. പലതിനും സാക്ഷിമൊഴികൾ പോലും ഇല്ല സൈഫുനിസ അലിയാർ. അതൊക്കെ ഈ കേസിനെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്, അല്ലേ സൈഫുനിസ? തീർച്ചയായും അരുൺകുമാർ, ഈ സെക്രട്ടേറിയറ്റിൽ CCTV ഉണ്ടാകാൻ സാധ്യതയില്ല. അതില്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ ഈ 10-15 വർഷം മുൻപേ ഉള്ളത് ഉണ്ടാകാനും സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ടോയ്ലറ്റിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ CCTV ഉണ്ടാകാനും ഇടയില്ല. മറ്റുള്ളത് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമാണ്. ഈ നടി തന്നെ പറയുന്നുണ്ട് മറ്റു നടന്മാർ നിൽക്കുകയാണ് ജയസൂര്യ തന്നോട് മോശം ഒരു പരാമർശം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ നടന്മാരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മൊഴി രേഖപ്പെടുത്താം. ഇത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഇവരുടെ മുൻപിൽ വെച്ചുണ്ടായോ എന്നുള്ളത് ചോദിച്ചറിയാം. അതല്ലെങ്കിൽ അത്തരം സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലെ ഈ കേസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതല്ല ഏതെങ്കിലും രീതിയിലുള്ള ചാറ്റിങ്ങോ ഡിജിറ്റൽ തെളിവുകളോ ഈ നടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈമാറാം. ചില കാര്യങ്ങൾ തൻ്റെ കയ്യിലുണ്ട്, അത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷണത്തിന് ഗുണകരമാകും. എന്തായാലും അതിലൂന്നിയുള്ള ഒരു അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.